നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പല്ലുകൾ നഷ്ടപ്പെട്ടാൽ പരിഹാരം എന്ത്? കൃത്രിമ പല്ലുകൾ എങ്ങനെ വയ്ക്കാം? ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കൃത്രിമ പല്ലുകൾ വയ്ക്കുന്ന രീതികളെക്കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഏറ്റുമാനൂർ തീർത്ഥാസ് ടൂത്ത് അഫെയറിലെ ചീഫ് ദന്തൽ സർജൻ ഡോക്ടർ തീർത്ഥ ഹേമന്താണ്. ഡോക്ടർ നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ, ഏറ്റവും നൂതനമായ ദന്ത ചികിത്സാ മാർഗങ്ങളിലൊന്നാണ് ഇംപ്ലാന്റ്. എന്താണ് ദന്തൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്? ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൃത്രിമ പല്ല് നമ്മുടെ ഒരു മെറ്റൽ സ്ക്രൂ ഉപയോഗിച്ച് എല്ലിൻ്റെ സഹായത്തോടെ ഒരു കൃത്രിമ പല്ല് വെക്കുന്നതിനെയാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പല്ലെടുത്താൽ അല്ലെങ്കിൽ ഒരു പല്ല് ഒരു സ്ഥാനത്ത് ഇല്ലെങ്കിൽ എവിടെയാണോ പല്ലില്ലാത്തത് തൊട്ട താഴത്തെ എല്ലിൻ്റെ സപ്പോർട്ടോട് കൂടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് പല്ല് വെക്കുന്നതിനെയാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ നാച്ചുറൽ ടീത്ത് ഇരിക്കുന്നത് പോലെ നമ്മുടെ നാച്ചുറൽ ടീത്ത് സ്വന്തമായുള്ള പല്ലിന് വെച്ച് ചവയ്ക്കുന്ന പോലെയും സ്വന്തമായിട്ട് പല്ലിൻ്റെ കംഫർട്ടൊക്കെ ഈ ഇംപ്ലാന്റ്സിന് നമുക്ക് ലഭ്യമാണ്. ഇംപ്ലാന്റ്സ് വെച്ച പല്ലിന് കുറച്ചുകൂടെ ലോങ്വിറ്റി, അതായത് കുറച്ചുകൂടെ കാലം നിലനിൽക്കാനും നമ്മുടെ എസ്തെറ്റിക്സ്, കംഫർട്ട്, ചവയ്ക്കുന്ന രീതി, ഫങ്ഷൻ എല്ലാം നമ്മുടെ നാച്ചുറൽ ടീത്ത് പോലെ ഇരിക്കും. ബാക്കിയുള്ള കൃത്രിമ പല്ലിനെ അപേക്ഷിച്ച് ഡെന്റൽ ഇംപ്ലാന്റ്സിന് നമ്മുടെ നാച്ചുറൽ ടീത്തുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ദന്തൽ ഇംപ്ലാന്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും സാധ്യമാണ്? എല്ലാ രീതിയിലുള്ളവർക്കും ഇതൊരു ഇംപ്ലാന്റ് ചെയ്യുന്നത് സാധ്യമാണോ? തീർച്ചയായും സാധ്യമാണ്. നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റ്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റ് ഒരു എക്സ്റേ എടുക്കും. അതായത് 3 ഡയമെൻഷണൽ എക്സ്റേ, CBCT എന്ന് അതിന് പറയുന്നത്. ആ എക്സ്റേ CBCT സ്കാൻ ഉപയോഗിച്ച് നമ്മുടെ പല്ലിൻ്റെ അടിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഹസ്തിയുടെ ലെങ്ത്, എത്രമാത്രം വീതിയുണ്ട്, എത്രമാത്രം നീളമുണ്ട്, എത്രമാത്രം ഡെൻസിറ്റി ഉണ്ട് എന്നൊക്കെ അളന്നിട്ടാണ് നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റ്സ് ചെയ്യുന്നത്. സോ നമ്മൾ പേഷ്യൻസിൻ്റെ ഏജ് അല്ല മാറ്റർ ചെയ്യുന്നത്, അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലും മോണയും ഹെൽത്തി ആണെങ്കിൽ ഏത് പ്രായക്കാർക്കും ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ കുട്ടികൾ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എല്ലിൻ്റെ വളർച്ച, അതായത് കീഴ്ത്താടിയും അല്ലെങ്കിൽ മുകൾത്താടി എല്ലിൻ്റെ വളർച്ച കംപ്ലീറ്റ് ആയ ശേഷമാണ് നമ്മൾ ഇംപ്ലാന്റ്സ് ചെയ്യുന്നത്. അതായത് ഏകദേശം ഒരു 17 to 18 years കഴിഞ്ഞിട്ടാണ് ഇംപ്ലാന്റ്സ് ചെയ്യുന്നത്. പ്രായമായവരിൽ നമ്മൾ എല്ലിൻ്റെ ഹെൽത്ത് നോക്കിയിട്ടാണ്. അത് പ്രായപരിധിയില്ല. അത് 18 മുതൽ എത്ര വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വേണം ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ കൃത്രിമ പല്ലുകൾ എന്ന് പറഞ്ഞു. കൃത്രിമ പല്ലുകൾ നമ്മൾ മുഴുവനായിട്ടും മാറ്റുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ സാധ്യമാണോ? പല്ലുകൾ മുഴുവനായിട്ടും ഇംപ്ലാന്റ് ചെയ്യാൻ സാധ്യമാണോ? തീർച്ചയായും സാധ്യമാണ്. നമ്മൾ കൃത്രിമ പല്ലുകൾ എന്ന് പറഞ്ഞാൽ ഡെൻചേഴ്സ്, അതായത് മൊത്തമായിട്ട് എല്ലാ പല്ലുകളും നഷ്ടപ്പെട്ടാൽ 2 രീതിയിൽ നമ്മൾ പല്ല് വെക്കും. അതായത് റിമൂവബിൾ ആയിട്ടുള്ള ഡെൻചേഴ്സും ഫിക്സ്ഡ് ആയിട്ട് ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫിക്സ്ഡ് ഡെൻചേഴ്സും. 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫിക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഒരു പക്ഷേ 4 or 6 ഇംപ്ലാന്റ്സിൽ, അല്ലെങ്കിൽ 2-3 ഏത് ടൈപ്പ് ഓഫ് ഇംപ്ലാന്റ്സ് ആണ് നമ്മൾ വെക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്പർ ഓഫ് ഇംപ്ലാന്റ്സ്. അത് കൺവെൻഷണൽ ആയിട്ട് ചെയ്യുവാണെങ്കിൽ 4 to 6 ഇംപ്ലാന്റ്സോ അല്ലെങ്കിൽ കോർട്ടിക്കൽ ഇംപ്ലാന്റ്സ്, അതായത് ബേസൽ ഇംപ്ലാന്റ്സ്, വേറെ തരം ഇംപ്ലാന്റ്സ് ആണ്. അത് കോർട്ടിക്കൽ ഇംപ്ലാന്റ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് ഇംപ്ലാന്റ്സ് കൂടിയെന്നിരിക്കും. സോ ഫുള്ളായിട്ട് എല്ലാ പല്ലും നഷ്ടപ്പെട്ടാൽ നമുക്ക് തീർച്ചയായും മുഴുവനായിട്ട് ഫിക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിന്റെ ഒരു കാലാവധി അതെങ്ങനെയാണ് ഡോക്ടർ വരുന്നത്? എത്ര നാള് എടുക്കും ഇംപ്ലാന്റ് ചെയ്ത് കഴിയാനെന്ന് വെച്ചാൽ, നമ്മളൊരു ഇംപ്ലാന്റ് കൺവെൻഷനലി ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ആദ്യം ചെയ്യുന്നത് നമ്മളൊരു ടൈറ്റാനിയം സ്ക്രൂ എല്ലിലേക്ക് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസം വരെ നമ്മൾ ആ ഇംപ്ലാന്റ് സ്ക്രൂ താഴത്തെ എല്ലുമായിട്ട് കൂടിച്ചേരാനുള്ള സമയം കൊടുക്കും. അതിനാണ് ഓസ്റ്റിയോ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാലേ മാത്രമേ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഒരു ക്രൗൺ അതിൻ്റെ മുകളിലേക്ക് വെക്കും. അപ്പം ഏകദേശം ഒരു 2 to 3 months മിനിമം ഒരു സമയം വേണം നമ്മൾ കൺവെൻഷണൽ ആയിട്ട് ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്യാൻ.
പിന്നെ ചില ഇംപ്ലാന്റ്സ് നമുക്ക് 1 വീക്ക് കൊണ്ട് ചെയ്യുന്ന പല്ല് റീപ്ലേസ് ചെയ്യുന്നത് ഇംപ്ലാന്റ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് താഴത്തെ എല്ലിന് പകരം കുറച്ചുകൂടെ കട്ടി കൂടിയ കോർട്ടിക്കൽ എല്ലിനോടാണ് അത് ഘടിപ്പിക്കുന്നത്. അത് ബേസൽ ഇംപ്ലാന്റ്സ് എന്നൊക്കെ പറയും. അതാണെങ്കിൽ 1 വീക്ക് കൊണ്ട് നമുക്ക് പൂർണ്ണമായും പല്ല് വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഏത് രീതിയിലുള്ള ഇംപ്ലാന്റ്സ് ആണ് പ്ലേസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് എത്ര സമയം വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. നോർമൽ കൺവെൻഷനൽ ആണെങ്കിൽ യൂഷ്വലി 2 to 3 അല്ലെങ്കിൽ 3 to 4 months കൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ ബേസൽ ഇംപ്ലാന്റ്സ്. അത് മാത്രമല്ല ആ ഒരു കുറച്ച് സമയം വരെ, അതായത് ഇംപ്ലാന്റ്സ് വെച്ച് ഫ്രണ്ടിലൊക്കെ പല്ല് ഇംപ്ലാന്റ് വെക്കുകയാണെങ്കിൽ കുറച്ച് കാലം വരെ ടെമ്പററി ആയിട്ട്, ഇപ്പോൾ ഫ്രണ്ടിലത്തെ പല്ല് നഷ്ടപ്പെട്ടൊരു ഇംപ്ലാന്റ് ചെയ്താൽ എസ്തെറ്റിക്കലി ബുദ്ധിമുട്ടായിരിക്കും. പുറത്തുനിന്ന് ഒരാൾ നോക്കും പല്ലില്ലാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെയാകുമ്പോൾ ടെമ്പററി ആയിട്ടൊരു പല്ല് വെക്കുന്നതാണ് ആ സമയം തന്നെ, ഇമീഡിയറ്റ്ലി. പക്ഷെ എന്നിരുന്നാലും ആ ടെമ്പററി ആയിട്ടുള്ള പല്ല് വെച്ച് ചവയ്ക്കാൻ പാടില്ല. കുറച്ച് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി മാത്രം വെക്കുന്നതാണ്. സോ യൂഷ്വലി ഇറ്റ് വിൽ ടേക്ക് മിനിമം 1 week ഫോർ നോർമൽ ബേസൽ ഇംപ്ലാന്റ്സ് ആൻഡ് കൺവെൻഷണൽ ഇംപ്ലാന്റ്സ് ആകുമ്പോൾ 3 to 4 months. ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, മജീദ്. മജീദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിക്കട്ടെ? നമസ്കാരം. നമസ്കാരം ഡോക്ടർ. മജീദ്, എനിക്ക് ഈ താഴത്തെ 2 പല്ല് പോയി മേളത്തെ ഒരു പല്ല് ഒടിഞ്ഞിരിക്കുക. ഹലോ, കേൾക്കുന്നുണ്ടോ ഡോക്ടർ? അപ്പം അതിന് ഇപ്പം ഒന്ന് മാറി വെച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ വയസ്സ് 60 താഴത്തെ 2 പല്ല് മാത്രമാണോ നഷ്ടപ്പെട്ടത്? നഷ്ടപ്പെട്ട താഴത്തെ 2 നല്ല പല്ലും മേളത്തെ ഒരു പല്ലും കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പല്ല് നഷ്ടപ്പെട്ട പല രീതിയിൽ നമുക്ക് പല്ല് വെക്കാൻ പറ്റും. അപ്പം ഫിക്സഡ് ആയിട്ട് ഉറപ്പിച്ച് വെക്കുന്ന പല്ലുകളുമുണ്ട്, എടുത്തു വെക്കുന്ന രീതിയിലുള്ള പല്ലുകളുമുണ്ട്. അപ്പം ഉറപ്പിച്ച് വെക്കുന്ന പല്ലുകളാണെങ്കിൽ നമ്മൾ താഴത്തെ, അതായത് മജീദിന്റെ എവിടെയാണോ പല്ല് നഷ്ടപ്പെട്ടത് തൊട്ട് താഴത്തെ എല്ലിന്റെ സപ്പോർട്ടോടെ ചെയ്യാനും പറ്റും. എവിടെയാണോ പല്ല് നഷ്ടപ്പെട്ട് തൊട്ടടുത്തുള്ള അടുത്തുള്ള പല്ലുകളുടെ സപ്പോർട്ടോടെ ബ്രിഡ്ജ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഇനി എടുത്തു വെക്കുന്ന പല്ലാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത പല്ലിന്റെയോ അല്ലെ എല്ലിന്റെയോ സപ്പോർട്ട് വെക്കാൻ ആവശ്യമില്ല. നമ്മൾ എടുത്തൂരി വെക്കുന്ന പല്ലുകളായും വെക്കാൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ തൊട്ടടുത്ത ഡെന്റിസ്റ്റിനെ കാണിച്ച് ഒരു എക്സ്റേ എടുത്ത് നോക്കി അടുത്തുള്ള പല്ലിന്റെയും താഴത്തെ എല്ലിന്റെയും അവിടെയുള്ള മോണയുടെയും ഹെൽത്ത് എങ്ങനെയാന്ന് നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പം എന്തായാലും നഷ്ടപ്പെട്ട പല്ല് തിരിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. അത് ചവയ്ക്കാനായാലും കഴിക്കാനായാലും സംസാരിക്കാനായാലും ഭംഗിക്കായാലും ഹെൽത്തിനായാലും ഒക്കെ പല്ല് ആവശ്യമാണ്. അപ്പൊ മജീദ് തൊട്ടടുത്തുള്ള ഡെന്റിസ്റ്റിനെ പെട്ടെന്ന് കാണിച്ച് ഒന്നെങ്കിൽ ഫിക്സഡ് ആയിട്ട് വെക്കുക അല്ലെ റിമൂവബിൾ ആയിട്ട് വെക്കുക, മജീദിന്റെ വായിലെ അല്ലെങ്കിൽ മോണയുടെ ഹെൽത്തിന്റെ അവസ്ഥ അനുസരിച്ച്. കേട്ടോ? പ്രേക്ഷകന് വ്യക്തമായെന്ന് തോന്നുന്നു ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഇംപ്ലാന്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഇന്ന് ഒരു ഇംപ്ലാന്റ് ചെയ്തു ദ സെയിം ഡേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ രീതി. അപ്പം പല്ലെടുത്താൽ നമ്മൾ ചെയ്യുന്ന അതേ പ്രൊസീജിയേഴ്സിൽ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ആണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും അതേ ശ്രദ്ധയാണ് ചെലുത്തേണ്ടത്. അപ്പൊ ആദ്യത്തെ 24 hours ചൂടുള്ളതും കട്ടിയുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ എന്തായാലും കുറച്ച് മെഡിക്കേഷൻസ് ഡോക്ടേഴ്സ് തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഇംപ്ലാന്റ് ചെയ്തത് കുറച്ച് ദിവസത്തേക്ക് പെയിനും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരാതിരിക്കാനും ആന്റിബയോട്ടിക്സ് ഒക്കെ തന്നിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ ചിലപ്പോൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടാവും. ആ സ്റ്റിച്ച് ഒരു 10 to 14 daysനുള്ളിൽ ആ സ്റ്റിച്ച് എടുത്തിട്ട് കറക്റ്റ് റിവ്യൂ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്പ് വെക്കുന്നവരെ, അതിന്റെ മുകളിൽ പല്ല് വെക്കുന്നവരെ കറക്റ്റായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ സമയത്താണ് ആ ഇംപ്ലാന്റ് തൊട്ട താഴത്തെ എല്ലുമായിട്ട് കൂടിച്ചേരുന്ന സമയം വരെ നമ്മൾ കൃത്യമായി ആ വൃത്തിയായി സൂക്ഷിക്കണം. അവിടെ ഒരിക്കലും ഭക്ഷണം കയറാതെ നോക്കണം, മോണരോഗം വരാതെ നോക്കണം. പിന്നെ അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് കാൽഷ്യം, വൈറ്റമിൻസ് വൈറ്റമിൻ D3 ഒക്കെ കറക്റ്റായിട്ട് എടുക്കണം. ആ എല്ലുമായിട്ട് ആ ഇംപ്ലാന്റ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ മുകളിൽ ക്യാപ്പ് വെക്കും. ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ പല്ലും എങ്ങനെ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്.
കാരണം എപ്പോഴും റിവ്യൂ ചെയ്യണം. അതായത് 1 in 6 months ഒന്ന് റുട്ടീനായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇപ്പം മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് വാട്ടർ ഫ്ലോസ്. വാട്ടർ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ഹൈ സ്പീഡിൽ വാട്ടർ ജെറ്റാണത്. അപ്പോൾ ഇംപ്ലാന്റ് ചെയ്ത ഏരിയയിൽ ക്രൗണിൻ്റെ ഇടയ്ക്കൊക്കെ ഭക്ഷണം കയറാൻ സാധ്യതയുണ്ട്. സോ വാട്ടർ ഫ്ലോസ് ഉപയോഗിച്ച് പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ എന്നും ക്ലീൻ ചെയ്യുക. 2 നേരം ബ്രഷ് ചെയ്യുക. പിന്നെ ഫ്ലോസ് ചെയ്യുക. പല്ലിൻ്റെ ഇടയ്ക്ക്, അതായത് ഇംപ്ലാന്റ് ചെയ്ത ക്രൗണിൻ്റെ ഇടയ്ക്കൊക്കെ ഭക്ഷണം കയറാൻ സാധ്യതയുണ്ട്. അപ്പം ഫ്ലോസും ഇന്റർഡെന്റൽ ബ്രഷൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുക. പിന്നെ 1 in 6 months ക്ലീൻ ചെയ്യുക. വാട്ടർ ഫ്ലോസും ഇതൊക്കെയാണ് കറക്റ്റായിട്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മളെ നാച്ചുറൽ ടൂത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെ റുട്ടീൻ ഒരു കെയർ ഇമ്പോർട്ടൻ്റ് ആണ് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും. ഡോക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ഒരു കാലാവധി, ഒരു മിനിമം കാലാവധി അല്ലെങ്കിൽ ഒരു മാക്സിമം കാലാവധി ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഏതൊരു പ്രൊസീജിയർ, ഇംപ്ലാന്റ് ആകട്ടെ ഏതൊരു പ്രൊസീജിയറും ആകട്ടെ, നമ്മുടെ കാലാവധി ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്ന പേഷ്യന്റ് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നനുസരിച്ചാണ്. അതായത് എത്രമാത്രം ഹൈജീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പേഷ്യന്റ് എങ്ങനെ അതിൻ്റെ പോസ്റ്റ് ട്രീറ്റ്മെന്റ് കെയർ എങ്ങനെ കൊണ്ടുപോകുന്നു, എങ്ങനെയാണ് അത് ക്ലീൻ ആക്കി വെക്കുന്നുണ്ടോ, കറക്റ്റ്, അതായത് മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ നോർമൽ ആണോ, അതായത് ഡയബറ്റിക് കൺട്രോൾ ആണോ, അൺഹെൽത്തി ഹാബിറ്റ്സ് ആയ സ്മോക്കിംഗ്, ടുബാക്കോ അതൊക്കെ ഉണ്ടോ, കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെ പേഷ്യന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഇംപ്ലാന്റിന്റെ കാലാവധി. പിന്നെ അസ്ഥി സംബന്ധമായ രോഗങ്ങളുണ്ടോ, ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക, കറക്റ്റ് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുക, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എങ്ങനെയാണ് അതിന്റെ ലോങ്വിറ്റി. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പുതിയ പല്ല് വെക്കണം, അങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? പല്ല് നമുക്ക് എന്തായാലും ആവശ്യമാണ്. പല്ല് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, പല്ല് ചവയ്ക്കാനും സംസാരത്തിനും എല്ലിൻ്റെ വളർച്ചയ്ക്കും പിന്നെ കംഫർട്ടിനും എല്ലാത്തിനും നമുക്ക് പല്ല് ആവശ്യമാണ്. കറക്റ്റ് ഡൈജഷനും കറക്റ്റ് ഹെൽത്തിനും. നമ്മുടെ ഓറൽ ഹെൽത്ത് ഈസ് ഈക്വൽ ടു ഓവറോൾ ഹെൽത്ത് എന്നാണ് പറയുക. അപ്പം നമ്മുടെ വായ എത്ര ഹൈജീൻ ആയിട്ടിരിക്കുന്നു, എത്ര പല്ല് കറക്റ്റായിട്ടിരിക്കുന്നു, ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ നമുക്ക് ആ പല്ലിൻ്റെ ജോലി കൂടെ തൊട്ടടുത്ത പല്ലെടുക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പം പല്ലും തൊട്ടടുത്ത പല്ലും തമ്മിലുള്ള ബന്ധം വിട്ടുപോവുക. മുകളത്തെ പല്ല്, ഇപ്പൊ താഴത്തെ പല്ല് എടുക്കുവാണെങ്കിൽ മുകളത്തെ പല്ല് ഇറങ്ങി വരിക. അപ്പൊ പല്ലെടുത്ത ഭാഗത്ത് കുറെ നാൾ പല്ല് വെക്കാതിരുന്ന താഴത്തെ എല്ല് നഷ്ടപ്പെട്ടു പോവുക. പിന്നെ മോണരോഗം വരാൻ സാധ്യതയുണ്ട്. പല്ലിന്റെ ഇടയ്ക്ക് എപ്പോഴും ഭക്ഷണം കയറാൻ സാധ്യതയുണ്ട്. ഒരു പല്ലെടുത്ത് ആ പല്ലിന്റെ അലൈൻമെന്റ് മൊത്തം മാറി. അതായത് ഇപ്പം ഒരു ഷോക്കേസിൽ കുറെ ബുക്സ് അടുക്കി വെച്ചിരിക്കാന്ന് വിചാരിക്കുക. അതിൽ ഒരു ബുക്ക് എടുത്ത് മാറ്റിയാൽ മൊത്തം ബാക്കിയുള്ള ബുക്സ് ഒക്കെ ചിരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഒരു പല്ലെടുത്താൽ, ഇപ്പൊ താഴെ നിന്ന് പല്ലെടുത്താൽ മുകളത്തെ പല്ല് ഇറങ്ങി വരും. സൈഡിൽ നിന്ന് പല്ലെടുത്താൽ തൊട്ട സൈഡിലെ പല്ലൊക്കെ പാത്തോളജിക്കലി മൈഗ്രേറ്റ് ചെയ്യും. താഴത്തെ എല്ല് നഷ്ടപ്പെടും. ഓവറോൾ ആയിട്ട് ഒരു മോണരോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഭക്ഷണം കയറിയിരുന്ന് മോണരോഗം വരാനും അതുവഴി ബാക്കിയുള്ള പല്ലുകളെ കൂടെ അത് എഫക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. കൂടാതെ പല്ല് നഷ്ടപ്പെടുമ്പോൾ ചവയിലും എസ്തെറ്റിക്സിലും ഒക്കെ മാറ്റം വരും. അണപ്പല്ലൊക്കെ എടുത്താൽ കവളൊട്ടാൻ സാധ്യതയുണ്ട്. ഫ്രണ്ടിലെ പല്ലെടുത്താൽ ഫുൾനെസ്, അതായത് നമ്മുടെ ലിപ് ഫുൾനെസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്പീച്ചിന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മൾ പല്ലെടുത്താൽ വിത്തിൻ 6 months അത് റീപ്ലേസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്നും വാസന്തി. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. ഹലോ 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 വസന്തി പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. വസന്തി പറഞ്ഞോ. ഡോക്ടറെ, എന്റെ സൈഡിൽ നിന്നെല്ലാം പല്ല് പറിച്ചിട്ടാ ഉള്ളത്. അപ്പൊ മുമ്പിലത്തെ ഹലോ കേൾക്കുന്നില്ലേ? വസന്തി, ആ ടിവിയുടെ വോളിയം കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? ആ 2 സൈഡിലത്തെ പല്ല് പറിച്ചു ഡോക്ടറെ. അപ്പൊ മുമ്പിലത്തെ പല്ല് ഭയങ്കരമായിട്ട് വിടവാ ഉള്ളത്. ഇപ്പൊ ഒരു പല്ലിന്റെ അത്ര വിടവ്. എന്താണ് ചെയ്യേണ്ടത്? ഹലോ. 2 സൈഡിലും പല്ല് പെട്ടെന്ന് തന്നെ വെക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മള് വാസ്തി കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? 2 സൈഡിലെ പല്ല് നഷ്ടപ്പെട്ട എത്രയും പെട്ടെന്ന് തന്നെ 2 സൈഡിലെ പല്ലും തിരിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമുക്ക് ചവയ്ക്കാനുള്ള പല്ലുകളാണ് ഈ അണപ്പല്ലുകൾ. അണപ്പല്ലുകൾ ഇല്ലാത്ത അവസ്ഥയിൽ ഫ്രണ്ടിലത്തെ പല്ലുകൾ മുന്നോട്ട് തള്ളാനും നമ്മൾ ചവയ്ക്കാൻ ഫ്രണ്ടിലത്തെ പല്ല് ഉപയോഗിച്ച് പല്ലിന്റെ മോണയുടെ സപ്പോർട്ട് നഷ്ടപ്പെടാനും പല്ല് തള്ളി വരാനും സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും
നമ്മൾ അണപ്പല്ലിൽ ഏത് പല്ല് നഷ്ടപ്പെട്ടാലും ആ പല്ല് പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള പല്ലിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. കേട്ടോ? വാസന്തി തൊട്ടടുത്ത ഡെന്റിസ്റ്റ് അടുത്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ എവിടെയൊക്കെയാണോ പല്ല് നഷ്ടപ്പെട്ടത് അവിടെ പല്ല് വെച്ച് ചവ ബാക്കിലോട്ട് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ മുന്നിലത്തെ പല്ലും കൂടെ നഷ്ടപ്പെട്ട് ഒരു ഫുൾ പല്ല് വെക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കും. അപ്പൊ അതിനു മുമ്പേ പെട്ടെന്ന് തന്നെ ബാക്കിലത്തെ പല്ല് റീപ്ലേസ് ചെയ്യുക. അതിപ്പോ വെപ്പ് പല്ലായിട്ട് വെക്കാം, ഫിക്സഡ് ആയിട്ട് വെക്കാം, ഇംപ്ലാന്റ്, അതായത് ഫിക്സഡ് ഇംപ്ലാന്റ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ അഴിച്ചു വെക്കുന്ന രീതിയിൽ വെക്കാം. അത് വാസന്തിക്ക് ഏതാ നല്ലത് അത് ഡെന്റിസ്റ്റ് നോക്കിയിട്ട് എക്സ്റേ എടുത്ത് നോക്കി എല്ലും മോണയും ഒക്കെ ഹെൽത്ത് നോക്കി എല്ലാം ഓക്കെ ആണെങ്കിൽ ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ആയിട്ട് പല്ല് വെക്കാം ഫിക്സഡ് ആയിട്ട്. മോണ ഓക്കെ ആണെങ്കിൽ, അല്ല എല്ല് തീരെ വീക്ക് ആണെങ്കിൽ എടുത്ത് വെക്കുന്ന പല്ല് വെക്കാം. ഏത് രീതിയിൽ വേണേ വെക്കാം. പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ പല്ല് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ചവയ്ക്കുന്നത് ബാക്കിലോട്ടേക്ക് മാറ്റുക. ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പാലായിൽ നിന്നും വിമൽ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ പേര് വിമൽ എന്നാണ്. ഞാൻ എന്റെ ഫ്രണ്ടിലത്തെ 2 പല്ലില്ല. ഞാൻ അടുത്തൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയപ്പം ഇംപ്ലാന്റ് ചെയ്യാം, പക്ഷെ എന്തോ CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അത് എന്താ, അത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്താ അത്? CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അതെന്താ? വിമൽ, നമ്മൾ പല്ല് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ വിമൽ, നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു ഡയഗ്നോസിസ് ആണ് CBCT സ്കാൻ. 3 ഡയമെൻഷണൽ സ്കാൻ എടുത്ത് വിമലിന്റെ എവിടെയാണോ പല്ല് നഷ്ടപ്പെട്ടത് തൊട്ട് താഴത്തെ എല്ലിന്റെ ഒരു ഡെൻസിറ്റി, ലെങ്ത്, വിഡ്ത്ത് ഒക്കെ അളക്കുന്നതിനുള്ള ഒരു സ്കാൻ ആണ് CBCT, 3 ഡയമെൻഷണൽ ഇമേജിംഗ് എന്ന് പറയും. അങ്ങനെ അളന്ന് നോക്കി, അതായത് ആ സ്കാൻ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ എല്ല് ഇംപ്ലാന്റ് ചെയ്യാൻ ഓക്കെ ആണോ, അതിന് ആഡിക്വേറ്റ് വിഡ്ത്ത് ഉണ്ടോ, ആഡിക്വേറ്റ് ലെങ്ത് ഉണ്ടോ, ആഡിക്വേറ്റ് ഡെൻസിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇംപ്ലാന്റിന്റെ സൈസ്, ഇംപ്ലാന്റിന്റെ വിഡ്ത്ത് ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി വിമൽ, അങ്ങനെ ഡെന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഡെന്റിസ്റ്റ് അടുത്ത് പോയിട്ട് അവിടുന്ന് ഒരു CBCT സ്കാൻ എടുത്ത് നോക്കുക. എന്നിട്ട് അതിൽ കറക്റ്റ് ഇംപ്ലാന്റ് പ്ലാൻ ചെയ്തിട്ട് ഇംപ്ലാന്റ് വെക്കുക, ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ടൂത്ത് വെക്കുക. പ്രേക്ഷകന് മനസ്സിലായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു സാഹചര്യം, സ്വീകരിക്കാവുന്ന മറ്റ് മാർഗങ്ങൾ അതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്ഥിയോട് ഘടിപ്പിക്കുന്ന പല്ലുകളെയാണ് നമ്മൾ ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ടീത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ബ്രിഡ്ജസ്, അതായത് ഇപ്പൊ എല്ല് ഓക്കെ അല്ല, അങ്ങനെ അവസ്ഥയിൽ തൊട്ടടുത്ത പല്ലിന്റെ സപ്പോർട്ടോട് കൂടെ ചെയ്യുന്നതാണ് ബ്രിഡ്ജ് അല്ലെ ഫിക്സ് പാർഷ്യൽ ഡെന്റസ്, ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. ഇനിയിപ്പം എല്ലും പല്ലും ഓക്കെ അല്ലെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ റിമൂവബിൾ ഡെന്റസ്, അതായത് എടുത്തൂരി വെക്കുന്ന രീതിയിലുള്ള റിമൂവബിൾ ഡെന്റേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ ഏത് രീതിയിലാണെന്ന് തീരുമാനിക്കുന്നത് ഒരു പേഷ്യന്റ് വന്നാൽ എക്സ്റേ എടുത്ത് നോക്കി എല്ലാം ഓക്കെ ആണോ, തൊട്ടടുത്തുള്ള പല്ല് ഓക്കെ ആണോ, അല്ല ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ മാത്രം റിമൂവബിൾ ഡെന്റേഴ്സിലേക്ക് പോവുക. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, രാമചന്ദ്രൻ ചേർത്തല. രാമചന്ദ്രൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ സാറേ. ഹലോ. രാമചന്ദ്രൻ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എനിക്ക് പിന്നെ മുകളിലൊക്കെ 2 അണപ്പല്ലിന്റെ ഇടയ്ക്ക് ആഹാരം കുത്തി കയറുമ്പോൾ ചവയ്ക്കാൻ വേദനയാണ്. ഒരു 5-8 രൂപ. നേരത്തെ ഉള്ള ഹോളാണ്, ഈ ആഹാരം കയറി കുത്തിക്കളഞ്ഞ് വലിയൊരു ഹോളായി. കേൾക്കുണ്ടോ സാറേ? ഓക്കെ. അപ്പൊ അത് ചവയ്ക്കാം. രാമചന്ദ്രൻ ഫസ്റ്റ് ചവയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. പറഞ്ഞോളൂ, കേൾക്കുന്നില്ല, പറഞ്ഞോളൂ. ചവയ്ക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വിങ്ങലാണ്. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഞാൻ നിർമ്മാണ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇപ്പൊ രാമചന്ദ്രൻ, നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്? മനസ്സിലായി. പല്ലിന്റെ ഇടയ്ക്ക് ഭക്ഷണം കയറുന്നുണ്ട്, ഭയങ്കര വെങ്ങലാണ്. അതായത് രാമചന്ദ്രൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ തൊട്ടടുത്ത ഡെന്റിസ്റ്റ് അടുത്ത് പോയിട്ട് ആ പല്ലിന്റെ പ്രശ്നം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫസ്റ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ പല്ലിന്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കും.
അത് പല്ലിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കേടുണ്ടോ, അല്ലെ പല്ലിന്റെ അവിടെ ഇരിക്കുന്ന മോണയ്ക്കാണോ പ്രശ്നം, മോണ ഇറങ്ങിപ്പോയിട്ട്, അതായത് പോക്കറ്റ്സ് എന്ന് പറയും, മോണ ഇറങ്ങിപ്പോയിട്ട് മോണയുടെ ഇടയ്ക്കാണോ ഭക്ഷണം കയറുന്നത്, അല്ല പല്ലിന്റെ ഇടയ്ക്ക് കേരീസ് വന്ന് 2 പല്ലിന്റെ ഇടയ്ക്ക് കേട് വന്നിട്ട് ആ പല്ലിലാണോ ബുദ്ധിമുട്ടെന്ന് ഒരു എക്സ്റേ എടുത്ത് നോക്കും. അപ്പൊ എക്സ്റേയിൽ നമുക്ക് കറക്റ്റായി മനസ്സിലാവും അത് പല്ലിന്റെ പ്രശ്നമാണോ മോണയുടെ പ്രശ്നമാണോ. പല്ലിന്റെ പ്രശ്നമാണെങ്കിൽ ആ കേടായ ഭാഗം അടച്ചു കൊടുക്കുകയോ അല്ലെ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ചെയ്യുകയോ ചെയ്യാം. ഇനി മോണയുടെ പ്രശ്നമാണെങ്കിൽ മോണയുടെ ട്രീറ്റ്മെന്റ് ചെയ്ത് ആ പോക്കറ്റ്, അതായത് മോണയുടെ പോക്കറ്റ് ക്ലിയർ ചെയ്ത് മോണ ട്രീറ്റ്മെന്റ് ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഈ കുത്തിക്കളയുന്നത്, അതായത് നമ്മൾ പല്ലിന്റെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഒരു പ്രത്യേകതരം നൂലാണ്, ഡെന്റൽ ഫ്ലോസ് എന്നാണ് പറയുന്നത്. കഴിയുന്നതും ഈ ഈർക്കിലോ സേഫ്റ്റി പിന്നോ ടൂത്ത് പിക്കോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ പല്ലിന്റെ ഇടയ്ക്ക് പ്രത്യേകതരം നൂലുകളുണ്ട്, ഡെന്റൽ ഫ്ലോസ്, പിന്നെ പ്രത്യേകതരം ബ്രഷുകളുണ്ട്, ഇന്റർഡെന്റൽ ബ്രഷ്, പിന്നെ വാട്ടർ ഫ്ലോസ്, പല്ലിന്റെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനുള്ള വാട്ടർ ജെറ്റ്സും ഉണ്ട്. അപ്പൊ രാമചന്ദ്രൻ പെട്ടെന്ന് തന്നെ ഡെന്റിസ്റ്റ് അടുത്ത് കാണിച്ച് അതിന്റെ പരിഹാരം നേടിയെടുക്കേണ്ടതാണ്. ഡോക്ടർ, നമ്മൾ ഈ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം ശ്രദ്ധക്കുറവ് കൊണ്ട് അണുബാധ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് അത് നേരിടേണ്ടത്? നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റുട്ടീൻ ചെക്കപ്പ് എപ്പോഴും അത്യാവശ്യമാണ്. അതായത് റുട്ടീൻ ഫോളോ അപ്പ് എന്ന് പറയും. ഒരു 6 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുക, 6 മാസം കൂടുമ്പം ഡെന്റിസ്റ്റിനെ കാണിച്ച ഒരു പ്രൊഫഷണൽ ക്ലീനിങ് ചെയ്യുക, അതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ എപ്പോഴും ഇൻഫെക്ഷൻ വരാൻ സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്കൊക്കെ ഭക്ഷണം ഇരുന്നത്, അതായത് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുമ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഭക്ഷണം കയറിയിരുന്ന് മോണപ്പഴുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മോണപ്പഴുപ്പ് വരുമ്പോൾ ഈ ഇംപ്ലാന്റ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലിലേക്കും അത് ബാധിച്ച് ഇംപ്ലാന്റ് ഫെയിലിയറിനേക്ക് ചാൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഒരു കംപ്ലീറ്റ് റൂട്ടീൻ ഓറൽ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കൂടാതെ നമ്മൾ അൺഹെൽത്തി ഹാബിറ്റ്സ്, അതായത് സ്മോക്കിംഗ്, ടുബാക്കോ, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ ഡയബറ്റിക്, അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതായത് ഓൾറെഡി കൺട്രോൾ ചെയ്തിട്ടായിരിക്കും ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. അതായത് മെയിനായിട്ട് ഓറൽ ഹൈജീൻ, മെഡിക്കൽ കണ്ടീഷൻ, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ചവയ്ക്കുന്ന രീതി. ചില ആൾക്കാർക്ക് ഭയങ്കര ഗ്രൈൻഡ് ചെയ്യുന്ന, ചില ക്രഞ്ചി ഫുഡ്സ് ഒക്കെ എപ്പോഴും ഗ്രൈൻഡ് ചെയ്യുന്ന ഹാബിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഗ്രൈൻഡിങ് ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഒരു ഇൻഫെക്ഷനും വരത്തില്ല. സോ ഡെഫിനറ്റ്ലി നമ്മൾ കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യുക, ഫ്ലോസ് ചെയ്യുക, വാട്ടർ ഫ്ലോസ് ഉപയോഗിക്കുക, റുട്ടീനായിട്ട് ചെക്ക് ചെയ്യുക, പല്ലിൻ്റെ ഇടയ്ക്കൊന്നും ഈ ടൂത്ത് പിക്കോ ഈർക്കില്ല സേഫ്റ്റി പിന്നൊന്നും കുത്താതെ ഇന്റർഡെന്റൽ ബ്രഷ് വെച്ച് വാട്ടർ ഫ്ലോസ് വെച്ച് ക്ലീൻ ചെയ്യുക. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ പല്ല് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഇംപ്ലാന്റും ഹെൽത്തി ആയിട്ട് ഇരുന്നോളും. ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, മലപ്പുറത്ത് നിന്നും ജയരാജ്. ജയരാജ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ ജയരാജ്. കേൾക്കുന്നുണ്ട് ജയരാജ്. ഞാനൊരു കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. 8 വർഷം മുമ്പ് എന്റെ ലെഫ്റ്റ് സൈഡില് നമ്മൾ ചവയ്ക്കുന്ന പല്ലുണ്ടല്ലോ, അണപ്പല്ലിന്റെ തൊട്ടിപ്പുറത്തെ പല്ല് പോന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റൂട്ട് കനാൽ ചെയ്തിട്ട് ആ പല്ല് വെച്ചു. എന്നതിന് ശേഷം ഒരു 5-8 വർഷം കഴിഞ്ഞ, ഒരു 2-3 വർഷം കഴിഞ്ഞ തൊട്ടിപ്പുറത്തെ പല്ലും കംപ്ലൈന്റ് ആയിട്ട് അതും വെച്ചിരുന്നു, ഇതേപോലെ റൂട്ട് കനാൽ ചെയ്തിട്ട്. അപ്പൊ അതില് അണപ്പല്ലിന്റെ തൊട്ടിപ്പുറത്തെ പല്ല് ഇപ്പോ അതിങ്ങോട്ട് പോകുന്നു. ഒരു വർഷത്തോളം ആവാറായി അതിങ്ങോട്ട് പൊട്ടിപ്പോകുന്നു. അത് പോന്നപ്പോ ഇപ്പൊ മറ്റേ പല്ലിങ്ങനെ തൊട്ടുള്ളത് ഇതേപോലെ റൂട്ട് കനാൽ ചെയ്ത പല്ലാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോ അതും ചില അതിന്റെ കുറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആ പല്ലിന്റെ ചെറിയ കുറ്റി നിൽക്കുന്നുണ്ട് നമ്മുടെ മോണയുടെ ഭാഗത്ത്. മനസ്സിലായി. അതായത് മെയിൻ ആയിട്ട് പല്ലിന്റെ ഇടയ്ക്കൊക്കെ ഭക്ഷണം കയറുന്നുണ്ട് അല്ലെ? ക്യാപ്പ് ചെയ്തതിന്റെ ഇടയ്ക്കൊക്കെ ഭക്ഷണം കയറാറുണ്ടോ? തീർച്ചയായിട്ടും. ആ കുറ്റി എന്തായാലും നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ആ കുറ്റി എന്തായാലും എടുത്ത് കളയേണ്ട ആവശ്യമുണ്ട്. പിന്നെ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്നും രാത്രി ബ്രഷ് ചെയ്ത ശേഷം ഫ്ലോസ്, ഒരു നൂലുണ്ട് പല്ലിന്റെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു നൂലുണ്ട് ഫ്ലോസ്, അല്ലെങ്കിൽ ഈ ക്യാപ്പിന്റെ ഇടയ്ക്കൊക്കെ ഭക്ഷണം കയറിയിരുന്ന് തൊട്ടടുത്ത പല്ലിലും കേടുവരാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ചെയ്ത് അതോടെ ട്രീറ്റ്മെന്റ് തീരുമെന്നല്ല. റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി എന്നും രാത്രി ബ്രഷ് ചെയ്തതിനോടെ ഫ്ലോസ് ചെയ്യാം. ഒരു 7-8 വർഷം കഴിയുമ്പം, ക്യാപ്പ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്, ഒരിക്കലും ലൈഫ് ലോങ് അല്ല. അപ്പോൾ 7-8 വർഷം കഴിയുമ്പം നമ്മുടെ മോണയിലും മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ഈ ക്യാപ്പും മാറ്റേണ്ടതാണ്. അപ്പോൾ ക്യാപ്പ് അഴിച്ച് ആ മോണയൊക്കെ ഒന്ന് ഹെൽത്തി ആക്കി പഴയ എന്തെങ്കിലും കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി പിന്നെ പുതിയൊരു ക്യാപ്പ്. എപ്പോഴും ഒരു ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആ ക്യാപ്പ് വെക്കാൻ പാടില്ല.
പിന്നെ തൊട്ടടുത്തുള്ള ആ കുറ്റിയുടെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ആ കുറ്റി എടുത്തിട്ട് അവിടെ ഒരു പല്ല് വെക്കുന്നത് നല്ലതായിരിക്കും. പറ്റുവാണെങ്കിൽ അവിടുത്തെ തൊട്ടടുത്തുള്ള 2 സൈഡും ക്യാപ്പ് ആണെങ്കിൽ ആ ക്യാപ്പ് മാറ്റി ക്യാപ്പിന് ബ്രിഡ്ജ് ചെയ്തിട്ട് ചെയ്യാനും പറ്റും. പക്ഷെ എപ്പോഴും എക്സ്റേ എടുത്ത് നോക്കുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് എക്സ്റേ എടുത്ത് നോക്കി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അതിന് നല്ല രീതിയിൽ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പല്ലുകൾ നഷ്ടപ്പെട്ടാൽ പരിഹാരം എന്ത്, കൃത്രിമ പല്ലുകൾ എങ്ങനെ വയ്ക്കാം, ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. കൃത്രിമ പല്ലുകൾ വയ്ക്കേണ്ട രീതികളെക്കുറിച്ച് ഇന്ന് നമ്മളോടൊപ്പം സംസാരിച്ചത് ഏറ്റുമാനൂർ തീർത്ഥാസ് ടൂത്ത് അഫെയറിലെ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ തീർത്ഥ ഹേമന്താണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നന്ദി.